Hi and welcome to the new video. In this video, I'll be discussing about circuit breaker ratings. So circuit breaker ratings important ആയിട്ട് ഉപയോഗിക്കുന്ന rating terms ആണ് ഇവിടെ discuss ചെയ്യുന്നത്. So under fault conditions, a circuit breaker is required to perform the following three duties. അതായത് fault conditionൽ circuit breakerന്റെ ഏറ്റവും important ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള functions എന്താ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഒന്നും കൂടി ഇവിടെ വീണ്ടും പറയുന്നു. One, it must be capable of opening the faulty circuit and breaking the fault current. It should open the faulty circuit and break the fault current. Okay. അതാണ് അതിൻ്റെ പ്രൈമറി എയിം. ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഫോൾട്ടി സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യുക, അതായത് ആ കറണ്ടിനെ അവിടെ ബ്രേക്ക് ചെയ്യുക, ഓക്കെ, പ്രൊട്ടക്ട് ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം. ദെൻ ഇറ്റ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ബീയിങ് ക്ലോസ്ഡ് ഓൺ ടു ഫോൾട്ട്. അതിലേക്ക് തിരിച്ച് ഫോൾട്ട് ക്ലോസ് ചെയ്ത് തിരിച്ച് കയറാനും പറ്റണം. ദെൻ ഇറ്റ് മസ്റ്റ് ബി കാപ്പബിൾ ഓഫ് ക്യാരിങ് ഫോൾട്ട് കറന്റ് ഫോർ എ ഷോർട്ട് ടൈം വൈൽ another circuit breaker in series is clearing the fault. അതായത് ഒരു വേറെ സർക്യൂട്ട് ബ്രേക്കർ ക്ലിയർ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി നേരം അതിനവിടെ പിടിച്ചു നിർത്തുക, കറണ്ടിനെ ഷോർട്ട് ടൈമിലേക്കാണ് പിടിച്ചു നിർത്താൻ പറ്റുക എന്നുള്ളതും കൂടി അവിടെ വരുന്നുണ്ട്. അതായത് ചില സമയത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില എന്താ ഫോൾട്ടുകൾ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, പെട്ടെന്ന് ഒരൊറ്റ വഴിക്കൊന്ന് വന്ന് പോകും. അതായത് ഒറ്റ ഇൻസ്റ്റന്റിൽ നമ്മൾ അത് കറണ്ട് വന്നു, ഹൈ കറണ്ട് വന്നുകൊണ്ട് അവിടെ ഓപ്പൺ ആവേണ്ട കാര്യം വരുന്നില്ല. ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ മതി, എന്നിട്ട് തുറന്നാൽ മതി. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അത് അപ്പം തന്നെ ക്ലിയർ ആയി പോയിക്കോളും, പ്രശ്നമൊന്നും ഇല്ലാണ്ട്. അപ്പോൾ അത് കുറച്ച് ഒരു കാര്യമാണ്. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഇതിൻ്റെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഈ ഒരു ബേസിൽ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ടു ദ എബോവ് മെൻഷൻ ഡ്യൂട്ടീസ് സർക്യൂട്ട് ബ്രേക്കർ ഹാവ് ത്രീ റേറ്റിംഗ്സ്. മൂന്ന് മെയിൻ റേറ്റിംഗ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഈസ് ദ ബ്രേക്കിംഗ് കപ്പാസിറ്റി, മേക്കിംഗ് കപ്പാസിറ്റി, ഷോർട്ട് ടൈം കപ്പാസിറ്റി. സോ ബ്രേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, മേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതായത് ഓപ്പൺ ആവാനുള്ള കപ്പാസിറ്റി, ക്ലോസ്ഡ് ആവാനുള്ള കപ്പാസിറ്റി, ഷോർട്ട് ടൈം കപ്പാസിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് നേരത്തേക്ക് ഓവർ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഇതല്ലാണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന ചില ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോവ് റേറ്റിംഗ്സ് സർക്യൂട്ട് ബ്രേക്കർ ഷുഡ് ബി സ്പെസിഫൈഡ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് പോൾസ്, സർവീസ് വോൾട്ടേജ്, നോർമൽ കറണ്ട്, ഫ്രീക്വൻസി ആൻഡ് ഓപ്പറേറ്റിംഗ് ഡ്യൂട്ടി. ഇപ്പോൾ ഇതൊക്കെയാണ് അഡീഷണൽ ആയിട്ട് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുന്ന റേറ്റിംഗ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്: ബ്രേക്കിംഗ് കപ്പാസിറ്റി, മേക്കിംഗ് കപ്പാസിറ്റി ആൻഡ് ഷോർട്ട് ടൈം കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്ന് എന്തൊക്കെയാണ് മീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് കമ്മിങ് ടു ദ ബ്രേക്കിംഗ് കപ്പാസിറ്റി. സോ എന്താണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി? ഇറ്റ് ഈസ് ദ current in RMS that a circuit breaker is capable of breaking at given recovery voltage and under specified conditions like power factor, rate of rise of free striking voltage, etc. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന കറണ്ടിൻ്റെ RMS വാല്യൂ ആണ്. ഇറ്റ് ഈസ് ദ കറണ്ട് ദാറ്റ് എ സർക്യൂട്ട് ബ്രേക്കർ ഈസ് capable of breaking അണ്ടർ സ്പെസിഫൈഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന കറണ്ടിനെയാണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഈസ് ഓൾവേസ് സ്റ്റേറ്റഡ് ഇൻ ദ RMS വാല്യൂ ഓഫ് ഫോൾട്ട് കറണ്ട് അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് കോണ്ടാക്ട് സെപ്പറേഷൻ. സോ കോണ്ടാക്ട് സെപ്പറേഷനിൽ വരുന്ന ഇൻസ്റ്റന്റിലുള്ള കറണ്ടിന്റെ RMS വാല്യൂ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂവിലാണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി സ്പെസിഫൈ ചെയ്യുന്നത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരിക. ബ്രേക്കിംഗ് കപ്പാസിറ്റി സ്പെസിഫൈഡ് ഇൻ ടേംസ് ഓഫ് ദ RMS വാല്യൂ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് ഓഫ് break of the contacts. And when a fault occurs, there is considerable asymmetry in the fault current due to the presence of DC component. അതായത് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കറണ്ട് നമ്മൾ നോർമൽ സൈനസോഡൽ സ്മൂത്ത് ആയിട്ട് പോകുന്ന ആ സൈനസോഡൽ നേച്ചറിൽ നിന്ന് അത് ചെറിയ ഡീവിയേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് നോർമലി കറണ്ട് ഈ ഒരു ഇതിൽ തന്നെ സെയിം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ അതിൽ നിന്ന് ഇതിൽ നിന്ന് കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, അസിമെട്രിക് ആയിട്ടാണ് പോവാന്ന്. അതായത് അതിൻ്റെ നോർമൽ ഒരു ഇതിൽ കൂടെ ആവറേജ് ഇപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസ് ഇതുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അപ്പുറം ഓസിലേറ്റ് ചെയ്യുന്നതിന് പകരം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിട്ട് അസിമെട്രിക് ആയിട്ടാണ് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. അതിന് കാരണം അതിലുള്ള DC കോമ്പണൻ്റ് ആണ്. എന്നാൽ DC കോമ്പണൻ്റ് ഡൈസ് അവേ റാപ്പിഡ്ലി. അപ്പോൾ അത് പെട്ടെന്ന് റാപ്പിഡായിട്ട് ഇല്ലാണ്ട് ആയി പോകും, ഒരു 0.8/സൈക്കിൾ എന്നുള്ള രീതിയിൽ. പക്ഷെ എന്നാലും അതിൽ എന്തുണ്ടാവും, അസിമെട്രി ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ഓസിലേഷൻസ്. ഇപ്പോൾ ഇതാണ് നമ്മൾ നോർമൽ കറണ്ട് 0 എന്നുള്ള ഇതിൽ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഓസിലേഷൻസ് കണ്ട ആ ഒരു ഷിഫ്റ്റഡ് ആണ്. ഒരു DC വാല്യൂ ഇതിലോട്ട് ആഡ് ചെയ്ത പോലെയാണ്, മേലേക്ക് കയറി പോയിക്കാൻ ഷിഫ്റ്റഡ് അപ്പാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു ഇത് വരുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഡി ബാറിലാണ് എന്താ
കോണ്ടാക്ട് സെപ്പറേറ്റ് എന്ന് വിചാരിക്കും. ഇപ്പോൾ ഇവിടെ ഫോൾട്ട് കറണ്ട് വന്നു, അത് അസിമെട്രിക് ആയി പോയി, ഈ ഡി ഡാഷ് എന്നുള്ള ഒരു പോയിന്റിലോട്ട് എത്തുമ്പോൾ കോണ്ടാക്ട് സെപ്പറേറ്റ് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റന്റിൽ, ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ശരിക്കും വരേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടുന്ന് ശരിക്കും ഇതിന് യൂണിഫോം അപ്പുറം മേലെ പോസിറ്റീവും നെഗറ്റീവും ഈക്വലി സെയിം മാഗ്നിറ്റ്യൂഡിലുള്ള രീതിയിലാണ് വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ ഫോൾട്ട് വന്നതോടുകൂടിയാണ് ഇതിന് അസിമെട്രിക് ആയി പോയതും. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിയപ്പോൾ നമ്മൾ കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഓപ്പൺ ചെയ്ത് ഉടനെ തന്നെ അത് കറക്റ്റ് ഈ ഒരു നോർമൽ സെറ്റപ്പിലേക്ക് എത്തുന്നില്ല. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് അതിന്റെ എക്സ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ എ സി കോമ്പണന്റ്. നോർമൽ കേസിൽ നമ്മൾ മേലെ നിൽക്കുന്ന താഴെ നിൽക്കുന്ന സെയിം വാല്യൂ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എക്സ് എന്നുള്ള രീതിയിൽ മാക്സിമം വാല്യൂ ഓഫ് എ സി കോമ്പണന്റ്, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ മേലത്തേക്ക് പ്ലസ് വി എം ആണെങ്കിൽ താഴത്തേക്ക് മൈനസ് വി എം ആ രീതിക്ക് ഇതാണ് അപ്പോൾ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എ സി കോമ്പണന്റ്. അപ്പോൾ ഇവിടെ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ശരിക്കും. അതായത് ഈ സാധനം നിൽക്കേണ്ടിയിരുന്നത് ഇവിടെയായിരുന്നു. ഏത് ഈ മിഡ് പോയിന്റ് എവിടെ വരണമായിരുന്നു, സീറോ എന്നുള്ളത് ഇവിടെ ഈ നോർമൽ സീറോ അവിടെ നിന്നും പൊങ്ങിപ്പോയിട്ടുണ്ട് അല്ലേ. സോ ഒരു ലേശം അത് ഇങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഡി സി കോമ്പണന്റ് വൈ എന്ന് പറഞ്ഞ് റെപ്രസെന്റ്. അപ്പോൾ ഇതാണ് വൈ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതായത് നോർമൽ അപ്പോൾ ജസ്റ്റ് വരച്ച് കാണിക്കാം. നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇത് പ്രകാരം അത് യൂണിഫോം ആയിട്ടാണ് പോകേണ്ടത്. മേലെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എത്ര ഉണ്ടോ അതേപോലെ താഴെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഈ രീതിക്കാണ് നമുക്ക് പോകേണ്ടിയിരുന്നത്. അപ്പം ഈ രീതിക്ക് വരുമ്പോൾ ആണെങ്കിൽ ഉള്ള ഈ ഒരു സംഭവമാണ് ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിനെ ഒന്ന് അത് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു, അതിൽ കുറച്ച് പ്രശ്നം വരുത്തി അതിൻ്റെ നോർമൽ ഇതിൽ നിന്ന്. അപ്പോൾ ഒന്ന് ഇത് മേലോട്ട് പൊങ്ങിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ആയിരിക്കുന്നു. ഈ ഒരു സാധനമാണ് ഇപ്പോൾ ലെവലാണ് നമ്മൾ ഷിഫ്റ്റ് ആയി പോയി. ഇപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്ത ലെവലിനെയാണ് നമ്മളവിടെ വൈ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ വൈ ഡി സി കോമ്പണന്റ്. ഓക്കെ, ഷിഫ്റ്റ് ആഡ് ചെയ്ത പോലെ. So the symmetrical braking current is the RMS value of AC component. അപ്പോൾ ഇവിടുത്തെ സിമ്മട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതും ഒരു അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ടേമുകളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതായത് രണ്ട് ടേംസിൽ ഇത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട് ആയിട്ടും അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട് ആയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ RMS വാല്യൂ ഓഫ് ദ AC കോമ്പണന്റ്. AC കോമ്പണന്റിനെ RMS വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് സിമെട്രിക്കൽ കോമ്പണന്റ്. ഇപ്പോൾ ഇവിടുത്തെ AC കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആണല്ലോ മാക്സിമം വാല്യൂ. അപ്പോൾ x/√2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സിമെട്രിക്കൽ കോമ്പണന്റ്. നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് സിമെട്രിക്കൽ കോമ്പണന്റ് നമുക്ക് അവിടെ കിട്ടും. സോ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് കൺട്രീസിൽ അത് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സിമെട്രിക്കൽ കോമ്പണന്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ x/√2 വരും. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്നത് അസിമെട്രിക്കൽ ആണെങ്കിൽ അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട്, അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട് എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ RMS ഓഫ് ടോട്ടൽ കറണ്ടിൻ്റെ, അതായത് എ സിയും ഡി സിയും കൂടിയിട്ടുള്ളതിൻ്റെ RMS വാല്യൂ ആണ്. RMS വാല്യൂ ഓഫ് ടോട്ടൽ കറണ്ട്. അതായത് മറ്റേത് നമ്മൾ എടുത്ത് ജസ്റ്റ് അതിൻ്റെ എ സി പാർട്ട് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ അസിമെട്രിക് എടുക്കുന്ന സമയത്ത് നമ്മൾ ടോട്ടലായിട്ട് വേണം എടുക്കണം. ടോട്ടൽ എടുക്കുമ്പോൾ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മാത്രമല്ല വൈയും കൂടിയും അതിലേക്ക് എഫക്റ്റിൽ വരും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് വരിക. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക, വിൽ ഗെറ്റ് ഇറ്റ് ആസ് x/√2 ഹോൾ സ്ക്വയർ. ഇത് രണ്ടിൻ്റെ എടുക്കുള്ളൂ. അപ്പോൾ ആദ്യത്തിൻ്റെ x/√2 ആണെന്ന് അറിയാം. x/√2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ടും ഉണ്ട്, അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ടും വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ടു എക്സ്പ്രസ് ദ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഇൻ MVA. MVAയിലാണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി നോർമലി എന്താ പറയുക റെപ്രസെന്റ് ചെയ്യാറ് ബൈ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ റേറ്റഡ് ബ്രേക്കിംഗ് കറണ്ട് ആൻഡ് റേറ്റഡ് സർവീസ് വോൾട്ടേജ്. റേറ്റഡ് ബ്രേക്കിംഗ് കറണ്ടും റേറ്റഡ് സർവീസ് വോൾട്ടേജും എടുത്തിട്ടാണ് ചെയ്യുന്നത്. റേറ്റഡ് ബ്രേക്കിംഗ് കറണ്ട് ആൻഡ് റേറ്റഡ് സർവീസ് വോൾട്ടേജ് എടുത്തിട്ട് ഒരു ബന്ധമില്ല സത്യം പറഞ്ഞാൽ രണ്ടും തമ്മിൽ. അതായത് റേറ്റഡ് ബ്രേക്കിംഗ് കറണ്ടും റേറ്റഡ് ബ്രേക്കിംഗ് വോൾട്ടേജ്. റേറ്റഡ് ബ്രേക്കിംഗ് കറണ്ട് വരുന്ന സമയത്ത് റേറ്റഡ് ബ്രേക്കിംഗ് വോൾട്ടേജ് ഒന്നായിരിക്കില്ല, സർവീസ് വോൾട്ടേജ് ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് വേറൊരു കാര്യം. So braking capacity is given as √3 times VI into 10⁻⁻⁶ MVA, where V is the service voltage, rated service voltage, and I is the rated braking current.
ഓക്കെ, ഇപ്പോൾ ഇന്ത്യയും ബ്രിട്ടനുമാണ് യൂഷ്വൽ പ്രാക്ടീസ് ഈസ് ടു ടേക്ക് ദ ബ്രേക്കിംഗ് കറണ്ട് ഈക്വൽ ടു ദ സിമ്മട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട്. സിമ്മട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട് ആണ് ഇന്ത്യക്കാരും ബ്രിട്ടൻകാരും ഫോളോ ചെയ്യുന്നത്. ഹൗവർ അമേരിക്കൻ പ്രാക്ടീസ് ഈസ് ടു ടേക്ക് ദ ബ്രേക്കിംഗ് കറണ്ട് ഈക്വൽ ടു അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട്. അവർ അസിമെട്രിക്കൽ ആണ് എടുക്കുക. അതുകൊണ്ട് തന്നെ അമേരിക്കൻ റേറ്റിംഗ് given to a circuit breaker is higher than Indian or British rating. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന പോലെ ഇപ്പോൾ MVA നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആൻഡ് ദ റേറ്റഡ് സർവീസ് വോൾട്ടേജ്. ഷോർട്ട് സർക്യൂട്ട് കറണ്ടും റേറ്റഡ് വോൾട്ടേജും നമ്മൾ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ നമുക്കറിയാം ഷോർട്ട് സർക്യൂട്ട് നടക്കുന്ന സമയത്ത് ദർ ഈസ് ഓൺലി എ സ്മോൾ വോൾട്ടേജ് അല്ലേ, ചെറിയ വോൾട്ടേജ് വരുന്നുള്ളൂ. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വലിയൊരു കറണ്ട് എടുക്കുന്ന സമയത്ത് ഇവിടുത്തെ വോൾട്ടേജ് വളരെ നമ്മുടെ ഹൈ ആയിട്ടുള്ള സർവീസ് വോൾട്ടേജ് എടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഓക്കെ, വൈൽ ദ സർവീസ് വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് എ കോണ്ടാക്ട്സ് ഓൺലി ആഫ്റ്റർ ദ കറണ്ട് ഹാസ് ബീൻ ഇന്ററപ്റ്റഡ്. അപ്പോൾ ഈ സാധനം ഇതിൽ എടുക്കുന്ന സർവീസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കറണ്ട് ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷമേ അവിടെ വരുന്നുള്ളൂ. ആൻഡ് ദസ് ദ MVA റേറ്റിംഗ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു ക്വാണ്ടിറ്റീസ് വിച്ച് ഡു നോട്ട് എക്സിസ്റ്റ് സൈമൾട്ടേനിയസ്ലി. സൈമൾട്ടേനിയസ് ആയിട്ട് വരാത്ത രണ്ടാൾക്കാരെയാണ് നമ്മൾ വെച്ചിട്ടാണ് എന്ത് പറയുന്നത്, ബ്രേക്കിംഗ് കപ്പാസിറ്റി. കാരണം ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഉള്ള സമയത്ത് വോൾട്ടേജ് ശരിക്കും കുറവാണ്. റേറ്റഡ് സർവീസ് വോൾട്ടേജ് വരുന്നത് ആ ദിനം ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റഡ് സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട് അറ്റ് റേറ്റഡ് വോൾട്ടേജ്. അതുകൊണ്ടാണ് നമ്മൾ റേറ്റഡ് സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട് അറ്റ് റേറ്റഡ് വോൾട്ടേജ് എന്നുള്ള രീതിയിലാണ് അത് എടുത്തിട്ടാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞു ഇന്ത്യൻ ആണ് സിമെട്രിക് ഉപയോഗിക്കുന്നത്, മറ്റവരാണെങ്കിൽ അസിമെട്രിക് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് the capacity, breaking capacity. So next is the making capacity. So there is always a possibility of closing or making the circuit under short circuit conditions. അതായത് നമുക്ക് സർക്യൂട്ടിനെ ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിൽ ക്ലോസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാം, അടയ്ക്കേണ്ട ആവശ്യം വരാം. ആൻഡ് ദ കപ്പാസിറ്റി ഓഫ് ദ ബ്രേക്കർ to make current depends upon its ability to withstand and close successfully against the effects of electromagnetic forces. അപ്പോൾ അവിടുത്തെ ആ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അതിനെ ക്ലോസ് ചെയ്യാൻ പറ്റണം, അതിനെ ആ ഒരു ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. സോ ദീസ് ഫോഴ്സസ് ആർ പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് മാക്സിമം ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ഓൺ ക്ലോസിംഗ്. ഈ ഫോഴ്സസ് എന്ന് പറയുന്നത് അവിടെ ക്ലോസ് ചെയ്യുന്ന ഇൻസ്റ്റന്റിലെ കറണ്ടിന്റെ സ്ക്വയറിനും പ്രൊപ്പോർഷണൽ ആണ്. therefore making capacity is stated in terms of a peak value of current instead of RMS value. So breaking capacity നമ്മൾ RMS വാല്യൂയിലാണ് പറഞ്ഞതെങ്കിൽ മേക്കിംഗ് കപ്പാസിറ്റി പീക്ക് വാല്യൂയിലാണ് പറയേണ്ടത്. ബിക്കോസ് ദ ഫോഴ്സസ് ആർ പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് മാക്സിമം ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ഓൺ ക്ലോസിംഗ്. സ്ക്വയർ ഓഫ് മാക്സിമം ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആണ്. Okay, so that is the reason why we are going for the maximum value rather than the RMS value in the case of making capacity. And the peak value of the current including the DC component during the first cycle of current wave after the closure of the circuit breaker is known as the making capacity. So the peak value of the current including the DC component during the first cycle of the current after the closure of the circuit breaker. So circuit breaker നമ്മൾ അടച്ചു കഴിഞ്ഞ സമയത്തുള്ള ആദ്യത്തെ സൈക്കിളിലെ ഫസ്റ്റ് സൈക്കിളിലത്തെ പീക്ക് വാല്യൂ ഓഫ് കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മേക്കിംഗ് കപ്പാസിറ്റി. കുഴപ്പമൊന്നുമില്ലാണ്ട് അതിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ആ ഒരു കറണ്ട്. ആൻഡ് ദ ഡെഫിനിഷൻ ഈസ് കൺസേൺ വിത്ത് ദ ഫസ്റ്റ് സൈക്കിൾ ഓഫ് ദ കറണ്ട് വേവ് ഓൺ ക്ലോസിംഗ് ദ സർക്യൂട്ട് ബ്രേക്കർ. ഫസ്റ്റ് വേവിന്റെ കേസാണ് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ബിക്കോസ് ദ മാക്സിമം വാല്യൂ ഓഫ് കോൾ കറണ്ട് പോസിബിളി ഒക്കേഴ്സ് ഇൻ ദ ഫസ്റ്റ് സൈക്കിൾ ഓൺലി വെൻ മാക്സിമം അസിമെട്രി ഒക്കേഴ്സ് ഇൻ എനി ഫേസ് ഓഫ് ദ ബ്രേക്കർ. അപ്പോൾ ആ ഫസ്റ്റ് സൈക്കിളിലാണ് അത് വരാൻ ചാൻസ് ഉള്ളൂ മാക്സിമം. അതുകൊണ്ടാണ് ആ ഫസ്റ്റ് സൈക്കിളിന്റെ ബേസിൽ പറയുന്നത്. the making current is equal to the maximum value of asymmetrical current. So making current എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴുള്ള asymmetrical ആയിട്ടുള്ള വോൾട്ടേജിന്റെ പീക്ക് വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, making current എന്ന് പറയുന്നത്. And to find this value we must multiply the symmetrical breaking current. ഇപ്പോൾ symmetrical breaking current ആണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ we have to multiply it by √2 to convert this from RMS to peak value. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട് ആണെങ്കിൽ അതിനെ റൂട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അതിന്റെ മാക്സിമം വാല്യൂ കിട്ടും. RMS നിന്ന് മാക്സിമം വാല്യൂയിലേക്ക് കിട്ടും. ദെൻ ഒരു 1.8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ് ഇതിന്റെ ഡബ്ലിംഗ് എഫക്ട്. അസിമെട്രി കാരണമുള്ള ഒരു ഡബ്ലിംഗ് എഫക്റ്റും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇൻ എഫക്ട് വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ √2 into 1.8 which is equal to 2.55 ടൈംസ് ആയിരിക്കും സിമെട്രിക്കൽ ബ്രേക്കിംഗ് കപ്പാസിറ്റിയുടെ 2.55 ടൈംസ് ആണ് മേക്കിംഗ് കപ്പാസിറ്റി വരുന്നത്. ഓക്കെ,
അപ്പോൾ 2.55 വന്നത് ഇങ്ങനെയാണ്. √2 നമ്മളെ പീക്കിൽ നിന്ന് പീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു RMS നിന്ന്. ഡബിളിംഗ് എഫക്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ 1.8 എടുത്തു. അപ്പോൾ ഇൻ എഫക്ട് 2.55 times symmetrical braking capacity is the making capacity. Then is the short time rating. പിന്നെ വരുന്ന ഇതാണ് short time rating. It is the period for which the circuit breaker is able to carry fault current while remaining closed. സോ കുറച്ച് നേരത്തേക്ക് ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് ക്യാരി ചെയ്യേണ്ടി വരും, ഹൈ കറണ്ട് ക്യാരി ചെയ്യേണ്ടി വരും. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടെമ്പററി ഫോൾട്ടുകൾ വരാം. ടെമ്പററി ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഇൻസ്റ്റന്റിലേക്ക് 1 or 2 സെക്കൻഡ്സിലേക്ക് മാത്രം ഒരു ഹൈ കറണ്ട് വന്ന് പെട്ടെന്ന് തന്നെ ഒഴിവായി പോകുന്ന കേസുകൾ വരാം. സോ സംടൈംസ് ഫോൾട്ട് ഓൺ ദ സിസ്റ്റം ഈസ് വെരി ടെമ്പററി in nature and persist for 1 or 2 seconds, after which the fault is automatically cleared. So automatically clearing faultuകൾ ഉണ്ടാവും 1 or 2 സെക്കൻഡ്സിലേക്ക് വരുന്നത്. ആൻഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ ദ ബ്രേക്കർ ഷുഡ് നോട്ട് ട്രിപ്പ് ഇൻ സച്ച് എ സിറ്റുവേഷൻ. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ചെറിയൊരു ഫോൾട്ട് വരുന്ന കേസിൽ ബ്രേക്കറോട് ട്രിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അത് അൺനെസസറി ആയി ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് മേക്ക് ചെയ്യാൻ നിൽക്കണം. സോ ദിസ് മീൻസ് ദാറ്റ് ദ സർക്യൂട്ട് ബ്രേക്കർ ഷുഡ് ബി ഏബിൾ ടു ക്യാരി ഹൈ കറന്റ് സേഫ്ലി ഫോർ some specified period while remaining closed. That is, they should have proven short time rating. ഇതിനെയാണ് നമ്മൾ ഷോർട്ട് ടൈം റേറ്റിംഗ് എന്ന് പറയുന്നത്. ഷോർട്ട് ടൈമിലേക്ക് അത് ക്യാരി ചെയ്യാവുന്ന ഒരു റേറ്റ് കറണ്ടിനെ, ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് ഹൈ കറണ്ടിനെ ക്യാരി ചെയ്യാം. ഇതിനെയാണ് ഷോർട്ട് ടൈം റേറ്റിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. It is the period for which the circuit breaker is able to carry the fault current while remaining closed. However, if the fault persists for a duration longer than the specified limit, the circuit breaker will trip. അപ്പോൾ ആ ഒരു സ്പെസിഫൈഡ് ഡ്യൂറേഷനിലും കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അത് ട്രിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രശ്നമാണ്. ഓക്കെ, will trip, disconnecting the faulty section. So the short time rating of the circuit breaker depends upon its ability to withstand the electromagnetic force effects and the temperature rise. So ഈ ഷോർട്ട് ടൈം റേറ്റിംഗ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നതിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും ടെമ്പറേച്ചർ റൈസിനെയാണ്. So the oil circuit breakers have a specified limit of 3 seconds when the ratio of symmetrical braking current to the normal current does not exceed 40. So a ratio of braking current, symmetrical braking current to normal current 40ലും മേലെ പോവാത്ത കേസിലാണെങ്കിൽ 3 seconds വരെ അതിന് ഷോർട്ട് ടൈം കപ്പാസിറ്റി ഉണ്ട്. However, if this ratio is more than 40, then the specified time limit is 1 second. അപ്പോൾ അതിൽ മേലെ പോവുകയാണെങ്കിൽ 1 second അത് പിടിച്ചു നിർത്തുള്ളൂ, അത് അപ്പോഴേക്കും ട്രിപ്പ് ആവും. മറ്റേ കേസിലാണെങ്കിൽ ലെസ് ദാൻ 40 ആണെങ്കിൽ 3 seconds വരെ അതവിടെ നിന്നോളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ പറയുന്നത് നോർമൽ കറണ്ട് റേറ്റിംഗ് ആണ്. ഇറ്റ് ഈസ് ദ RMS വാല്യൂ ഓഫ് ദ കറണ്ട് വിച്ച് ദ സർക്യൂട്ട് ബ്രേക്കർ ഈസ് capable of carrying continuously at its rated frequency under specified condition. ഇപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ, നോർമൽ ഫ്രീക്വൻസി, നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ അതിന് ക്യാരി ചെയ്യാവുന്ന RMS വാല്യൂ ഓഫ് കറണ്ട്, അതിനെയാണ് നമ്മൾ നോർമൽ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഓൺലി ലിമിറ്റേഷൻ ഇൻ ദിസ് കേസ് ഈസ് ദ ടെമ്പറേച്ചർ റൈസ് ഓഫ് കറണ്ട് ക്യാരിങ് പാർട്സ്. സോ കറണ്ട് ക്യാരിങ് പാർട്സിന്റെ ടെമ്പറേച്ചർ എന്താ ഡേഞ്ചറസ് ആയി പോവാത്ത രീതിയിലുള്ള കറണ്ട്, അതാണ് നോർമൽ കറണ്ട് റേറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് സർക്യൂട്ട് ബ്രേക്കറിന്റെ റേറ്റിംഗ്സിലായിട്ട് വരുന്നത്.